കാത്തിരിപ്പുകൾക്കും വലിയ സ്വപ്നങ്ങൾക്കും ഒടുവിൽ പശ്ചിമ ബംഗാളിൽ നിന്ന് പുതിയ ചരിത്രം പിറക്കുകയാണ്. 15 വർഷം നീണ്ട തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിന് വിരാമമിട്ടുകൊണ്ട് സംസ്ഥാനത്തെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സ്വന്തം കോട്ടയിൽ മമതാ ബാനർജിയെ വീഴ്ത്തിയ ഈ നേതാവ് ഇപ്പോൾ ബംഗാളിന്റെ അമരക്കാരനാകുകയാണ്. 34 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണവും അതിന് പിന്നാലെ വന്ന 15 കൊല്ലത്തെ ദീദിയുടെ ഭരണവും ഇത്ര പെട്ടെന്ന് പെട്ടിബാക്ക് ചെയ്യേണ്ടി വരുമെന്ന് ഒരുപക്ഷെ ബംഗാൾ രാഷ്ട്രീയം പോലും കരുതി കാണില്ല. ഒരു കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായി രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സാംസ്കാരിക കേന്ദ്രമായി തിളങ്ങിയിരുന്ന നഗരമായിരുന്നു കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാവസായിക ഹബ്ബായി, വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും തലസ്ഥാനമായി ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിന്നിരുന്ന സാക്ഷാൽ കൊൽക്കത്ത, കാളിയമ്മയുടെ മണ്ണായ കൊൽക്കത്ത, കൊട്ടാരങ്ങളുടെ നഗരം എന്ന് അഭിമാനത്തോടെ വിളിക്കപ്പെട്ടിരുന്ന ആ സുവർണ ഭൂമിയെയാണ് ഈ രണ്ടു കൂട്ടരും കൂടിയുള്ള അരനൂറ്റാണ്ട് നീണ്ട ദുർഭരണം കൊണ്ട് വികസന സാംസ്കാരിക മുരടിപ്പിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടത്. BJPയുടെ മുന്നിലുള്ള ചലഞ്ച് ഒട്ടും തന്നെ ചെറുതല്ല. വെള്ളിയാഴ്ച നടന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സുപ്രധാനമായിട്ടുള്ള ആ പ്രഖ്യാപനം നടത്തിയത്. മുതിർന്ന പാർട്ടി നേതാവ് ദിലീപ് ഘോഷ് ആണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സുവേന്ദുവിന്റെ പേര് നിർദ്ദേശിച്ചത്. തുടർന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെയും മുതിർന്ന നേതാക്കളുടെയും സാന്നിധ്യത്തിൽ അമിത്ഷാ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇന്ന് ശനിയാഴ്ച, അതായത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മവാർഷിക ദിനത്തിൽ കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ചാണ് പുതിയ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. മെയ് 4-നാണ് ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത്. 294 അംഗ നിയമസഭയിൽ 207 സീറ്റുകൾ നേടി BJP വൻ ഭൂരിപക്ഷം സ്വന്തമാക്കിയപ്പോൾ ഭരണകക്ഷിയായിട്ടുള്ള TMC വെറും 80 സീറ്റുകളിലേക്ക് ചുരുങ്ങി. ഈ ചരിത്ര വിജയത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായം സുവേന്ദു അധികാരിയുടേതായിരുന്നു. മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ കോട്ടയായിട്ടുള്ള ഭവാനിപൂരിൽ 15,000-ലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം അവരെ പരാജയപ്പെടുത്തിയത്. മമതയെ 2 തവണ തോൽപ്പിക്കുകയും പാർട്ടിക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ത്യാഗം സഹിക്കുകയും ചെയ്ത സുവേന്ദുവിന് പകരം വയ്ക്കാൻ ബംഗാളിൽ മറ്റൊരു നേതാവില്ല എന്നാണ് BJP നേതാവ് നിസിത് പ്രമാണിക് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. സോനാർ ബംഗ്ല അഥവാ സുവർണ ബംഗാൾ എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് ഇതെന്ന് അമിത്ഷാ MLA-മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് കാലഘട്ടം മുതൽ നിലനിൽക്കുകയും മമതാ ബാനർജി കൂടുതൽ രൂക്ഷമാകുകയും ചെയ്ത ഭയത്തിന്റെ അന്തരീക്ഷമുണ്ട് ബംഗാളിൽ. ആ അന്തരീക്ഷം അവസാനിച്ചുവെന്നും നിർഭയമായി വോട്ട് ചെയ്യാൻ പോലും കഴിയാതിരുന്ന ജനങ്ങൾ BJPയിൽ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായും കാത്തു സൂക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭയരഹിതമായിട്ടുള്ള മനസ്സും അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന ശിരസും എന്ന രവീന്ദ്രനാഥ് ടാഗോറിന്റെ വരികൾ സത്യമാകുന്ന ദിനമാണ് ഇതെന്ന് അമിത്ഷാ പറഞ്ഞു. കൂടാതെ ത്രിപുരയ്ക്കും അസമിനും പിന്നാലെ ബംഗാളിലും BJP സർക്കാർ വന്നതോടെ അനധികൃത നുഴഞ്ഞുകയറ്റവും കന്നുകാലിക്കടത്തുമൊക്കെ ഇനി അസാധ്യമാകുമെന്നും ബംഗാളിലെ ദേശസുരക്ഷയുടെ ഉറപ്പുള്ള ഒരു കോട്ടയാക്കി മാറ്റുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. ചുരുക്കത്തിൽ ബംഗാളിലെ ജനങ്ങൾ ആഗ്രഹിച്ച മാറ്റം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഭയരഹിതമായ ഒരു പുതിയ ബംഗാൾ കെട്ടിപ്പടുക്കാനും ശക്തനായ ഒരു നേതാവിന്റെ കീഴിൽ BJP സർക്കാർ ഇന്ന് അധികാരമേൽക്കുന്നു. ഇത് കേവലം ഒരു ഭരണമാറ്റം മാത്രമല്ല, ഓരോ ഭാരതീയന്റെയും സ്വപ്നങ്ങൾ സത്യമാകുന്ന ഒരു നവയുഗത്തിന്റെ തുടക്കം കൂടിയാണ്. ന്യൂസ് ഡെസ്ക്.